ഇരിക്കുമ്പോൾ ഒരു കത്തി എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരാളെ കൊന്നിട്ട് വരിക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജംഗ്ഷൻ തിരിഞ്ഞപ്പോൾ സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ പുറകിൽ നട്ടുചാട്ടത്തിന് സ്കൂട്ടറിൻ്റെ പുറകെ കയറി. അപ്പോൾ ഇവട് സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് എന്നോട് വളരെ മോശമായൊരു കാര്യം പറഞ്ഞു. നീ വന്ന് കണ്ടിരുന്നോളാൻ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമമായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കത്തി വരി അവിടെ കഴുത്തി വെച്ചു. എന്ന് പറഞ്ഞ് ഇനി നീ കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കും ഞാൻ വളരെ ഉറപ്പിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി മുമ്പോട്ട് കൊണ്ടുപോയി. റോഡിൻ്റെ മറുവശത്ത് കുറച്ച് ചുമട്ട് തൊഴിലാളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവൾ ഒച്ചത്തിൽ അലറി, ചേട്ടന്മാരെ ഓടിവാ, എന്നെ കൊല്ലാൻ പോകുന്നു. ഇത് കേട്ടുടനെ അവിടുന്ന് ആൾക്കാർ ഓടിക്കൂടിയപ്പം ഞാൻ ഇനി ഇവിടെ വെച്ചേക്കണ്ട, കാരണം അവൾ വന്ന് രക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ ആവർത്തിക്കുള്ളൂ. കൊല്ലണം എന്ന് എനിക്ക് തോന്നി. ഞാൻ കത്തി ചേർത്ത് വെച്ചിട്ട് ആരും വരരുന്നു. പക്ഷേ കുറച്ച് പേര് ഓടി പുറകോട്ട് മാറി. അതിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ അല്പനേരം നോക്കി കണ്ട് റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ നേരെ അലറിക്കൊണ്ട് ഓടി വരുന്നത് ഞാൻ കണ്ടു. അയാളുടെ കയ്യിലൊരു വടിയുണ്ട്. അപ്പം എന്നെ അടിച്ചു മാറ്റിയിട്ട് പോകുമെന്നും ഞാനിവിടെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ കേസിൽ ജയിലിൽ പോകുന്നു, അതവർക്ക് സൗകര്യമാവുന്നും എൻ്റെ മക്കളെല്ലാം വീണ്ടും വെള്ളത്തിലാവുമെന്നും ഒരു തോന്നൽ വന്നപ്പോൾ എനിക്ക് സഹിച്ചില്ല. നല്ല ശക്തിയിലൊരു വലി വലിച്ച് കത്തി കയ്യിലെടുത്തേക്ക് എന്നെ സ്കൂട്ടറിൻ്റെ പുറത്തേക്ക് ചാടി. അപ്പോൾ ഇവള് താഴേക്ക് വീണപ്പം എൻ്റെ മനസ്സിൽ കൂടെ അവളെ പണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതും ഞാൻ മിന്നുകെട്ടിയതുമായ കഴുത്തിൽ തന്നെ ഞാൻ ഈ കത്തി വെച്ച് വലിക്കേണ്ടി വന്നല്ലോ എന്നോർത്തപ്പം എനിക്ക് ഒളിവിൽ പോകാൻ തോന്നിയില്ല.